ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന്. ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്കുള്ള എഥനോൾ സംഭരണ വില പരിഷ്കരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും അപകടമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കി യുപി സർക്കാർ. അന്വേഷണത്തിന് 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചു. കേരളത്തിൽ 30 തദ്ദേശ വാർഡുകളിലേക്ക് അടുത്ത മാസം 24-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ 5 സ്വർണവുമായി കർണാടക മുന്നിൽ. കേരളത്തിന്റെ സാജൻ പ്രകാശിന് ഇരട്ട വെങ്കലം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. ന്യൂഡൽഹിയിൽ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ ഇന്ന് സർവധർമ്മ പ്രാർത്ഥന നടക്കും. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രദർശനം ജേർണി ഓഫ് ദി മഹാത്മാ ത്രൂ ഹിസ് ഓൺ ഡോക്യുമെന്റ്സ് രാജ്ഘട്ടിലുള്ള നാഷണൽ ഗാന്ധി മ്യൂസിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപൂർവ ഫോട്ടോഗ്രാഫുകൾ, ഔദ്യോഗിക രേഖകൾ, ഓഡിയോ റെക്കോർഡിംഗുകൾ, വീഡിയോ ക്ലിപ്പിംഗുകൾ, കത്തിടപാടുകൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉണ്ടാവുക. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ചേരും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി നാളെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. കേന്ദ്ര ബജറ്റ് ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാർലമെന്റ് തിങ്കളാഴ്ച ചർച്ച ചെയ്യും. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്കുള്ള എഥനോൾ സംഭരണ വില പരിഷ്കരിക്കുന്നതിന് സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. എഥനോൾ മിശ്രണ പദ്ധതിയിലൂടെ രാജ്യത്തിന് 1,13,000 കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭമുണ്ടായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇതോടെ സി ഹെവി മൊളാസസിൽ നിന്നുള്ള എഥനോളിന്റെ വില ലിറ്ററിന് 56.58 രൂപയിൽ നിന്ന് 57.97 രൂപയാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. एथेनॉल के उपयोग से देश में इकोनॉमी में बहुत बड़ा एक बेनिफिट हुआ है. विन विन विन, 3 बार विन है. किसानों के लिए भी फायदे में है, फॉरेन एक्सचेंज भी बचता है और एनवायरनमेंट को भी लाभ होता है. किसानों को केवल पिछले ही जो एथेनॉल सप्लाई ईयर यानी अक्टूबर तक सप्लाई होती है एथेनॉल की, उस ESY में 40,000 करोड़ रुपए का पिछले साल बेनिफिट हुआ है. ഹരിതോർജ്ജ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപം നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 7 വർഷത്തേക്ക് 34,300 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ധാതു പര്യവേക്ഷണത്തിനുള്ള രാജ്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ച് ധാതുക്കളുടെ ഇറക്കുമതി ആശ്രയം കുറയ്ക്കാനാണ് സർക്കാർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും അപകടമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. സംഭവത്തിൽ 30 തീർത്ഥാടകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചീഫ് സെക്രട്ടറിക്കും DGPക്കും നിർദ്ദേശം നൽകിയിരുന്നു. സംഭവം അന്വേഷിക്കുന്നതിന് 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനെയും രൂപീകരിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് യുപി സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതായും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. महाकुंभ में जो दुखद हादसा हुआ है, उस हादसे में प्रभावित परिवारों के प्रति संवेदना व्यक्त करता हूं और घायलों के जल्द स्वस्थ होने की कामना करता हूं. मैं यूपी सरकार के साथ निरंतर संपर्क में हूं. कुछ समय के लिए स्नान की प्रक्रिया में रुकावटें आई थी, लेकिन अब कई घंटों से सुचारू रूप से यात्री स्नान कर रहे हैं. മൌനി അമാവാസിയോടനുബന്ധിച്ച് ഇന്നലെ സന്യാസിമാർ ഉൾപ്പെടെ 7 കോടിയിലധികം തീർത്ഥാടകർ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ജനുവരി 13-ന് ആരംഭിച്ച കുംഭമേളയിൽ ഇതുവരെ 26 കോടിയിലധികം തീർത്ഥാടകരാണ് എത്തിയത്. ഇന്നലെയുണ്ടായ അപകടത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദ്രുതകർമ്മസേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. CCTV, ഡ്രോണുകൾ എന്നിവയുടെ സഹായത്തോടെ സുരക്ഷാസേന സൂക്ഷ്മ നിരീക്ഷണവും നടത്തുന്നുണ്ട്.
ഡൽഹിയിൽ അടുത്ത മാസം 5-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. ബിജെപി, ആം ആദ്മി, കോൺഗ്രസ് പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യും. ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച പാർലമെന്റ് സംയുക്ത സമിതിയുടെ കരട് റിപ്പോർട്ട് അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. ബില്ലുമായി ബന്ധപ്പെട്ട 14 വ്യവസ്ഥകളിൽ കമ്മിറ്റി ഭേദഗതികൾ അംഗീകരിച്ചതായി 31-അംഗ സമിതിയുടെ ചെയർമാൻ പറഞ്ഞു. 100ാം വിക്ഷേപണ വിജയത്തിന്റെ നിറവിൽ ശ്രീഹരിക്കോട്ട. ISROയുടെ ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-02-വിനെ GSLV F-15 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ 30 തദ്ദേശ വാർഡുകളിലേക്ക് ഫെബ്രുവരി 24-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ്, കൊട്ടാരക്കര, പത്തനംതിട്ട, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകൾ, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം 6 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഫെബ്രുവരി 25-നാണ് വോട്ടെണ്ണൽ. തെലങ്കാന നിയമസഭാ കൌൺസിലിലെ 2 സീറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 2 വർഷത്തിലൊരിക്കലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം 3-ന് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സാജൻ പ്രകാശിന് ഇരട്ട വെങ്കലം. പുരുഷ നീന്തൽ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 100 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലുമാണ് സാജൻ പ്രകാശ് വെങ്കലം നേടിയത്. പുരുഷ റഗ്ബിയിൽ കേരളം ഇന്നലെ ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തി. വനിതാ വോളിബോളിൽ പശ്ചിമബംഗാളിനെതിരെയും വനിതാ വാട്ടർ പോളോയിൽ തമിഴ്നാടിനെതിരെയും കേരളം വിജയം നേടി. 5 സ്വർണവുമായി കർണാടകയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 സ്വർണവുമായി മണിപ്പൂർ 2ാമതും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളം 8ാം സ്ഥാനത്താണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഡി ഗുകേഷിന്റെ മുന്നേറ്റം തുടരുന്നു. ഡച്ച് ഗ്രാൻഡ് മാസ്റ്റർ മാക് വാഗ്മറിനെതിരെ 10ാം റൌണ്ടിൽ ഗുകേഷ് ലീഡ് നിലനിർത്തുകയാണ്. ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടത്തിന് ശേഷം ഗുകേഷിന്റെ ആദ്യ മത്സരമാണിത്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന അശ്വമേധം 6ാം ഘട്ടം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ഇന്ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി അടുത്ത മാസം 12 വരെ 2 ആഴ്ചക്കാലം നീളുന്ന ഭവന സന്ദർശനം, സ്പർശ് ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിക്കും. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പാലക്കാട് SP അറിയിച്ചു. നമോ ഭാരത് ട്രെയിൻ യാത്രക്കാർക്ക് ടിക്കറ്റുകളിൽ 10% ഇളവ് പ്രഖ്യാപിച്ച് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമോ ഭാരത് മൊബൈൽ ആപ്പ്, NCMC കാർഡ് എന്നിവ ഉപയോഗിച്ചെടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത്. ഇതിനു പുറമെ ലോയൽറ്റി പോയിന്റ് പ്രോഗ്രാം പ്രകാരം കൂടുതൽ ഇളവുകൾ യാത്രക്കാർക്ക് ലഭിക്കുമെന്ന് NCRTC അറിയിച്ചു. ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ 2 ദിവസത്തിനകം റേഷൻ കാർഡുടമകൾ കൈപ്പറ്റണമെന്ന് മന്ത്രി GR അനിൽ. ജനുവരിയിലെ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ റേഷൻ കടകളിലുമുണ്ട്. റേഷൻ കടകളിൽ സ്റ്റോക്ക് ഇല്ലെന്നും കടകൾ കാലിയാണെന്നുമുള്ള വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രി അറിയിച്ചു. ഫെബ്രുവരി 1 മുതൽ 7 വരെ തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കും. 2019 ശേഷം തൃശൂർ ജില്ല ആതിഥേയത്വം വഹിക്കുന്ന റാലി ഫെബ്രുവരി 1 രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. ദക്ഷിണ സുഡാനിൽ ചെറുവിമാനം തകർന്ന് 20 പേർ മരിച്ചു. എണ്ണപ്പാടങ്ങളിലെ തൊഴിലാളികൾ സഞ്ചരിച്ച വിമാനം തലസ്ഥാനമായ ജൂബയിലാണ് അപകടത്തിൽപ്പെട്ടത്. കേരളത്തിൽ ഇന്ന് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾക്കുള്ള എഥനോൾ സംഭരണ വില പരിഷ്കരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും അപകടമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കി UP സർക്കാർ. അന്വേഷണത്തിന് 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചു. കേരളത്തിൽ 30 തദ്ദേശ വാർഡുകളിലേക്ക് അടുത്ത മാസം 24-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ 5 സ്വർണവുമായി കർണാടക മുന്നിൽ. കേരളത്തിന്റെ സാജൻ പ്രകാശിന് ഇരട്ട വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.